കേണൽ എസ് ഡിനി, വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് ഫാബിയൻ്റേത്. സെക്യൂരിറ്റി കൗൺസിലടക്കം ചൈനയുടെ സഹായത്തോടു കൂടി ഇന്ത്യയുടെ പൊസിഷൻസിനെ ഇപ്പോഴും ദുർബലപ്പെടുത്താനുള്ള നീക്കം പാകിസ്ഥാൻ നടത്തുന്നുണ്ട്. അത് നയതന്ത്ര മേഖലയിൽ ഇന്ത്യ കൈകാര്യം ചെയ്യുന്നു. എന്നാൽ പ്രതിരോധ മേഖലയിലേക്ക് വന്നാലോ, ഇന്നിപ്പോൾ റെയിൽവേ വകുപ്പ് മന്ത്രിയും 2 ദിവസം മുമ്പ് പ്രതിരോധ വകുപ്പ് മന്ത്രിയും പാകിസ്ഥാൻ്റെ പക്കലുള്ള ആണവ പോർമുനകളെക്കുറിച്ചും ആയുധങ്ങളെക്കുറിച്ചും ഊറ്റം കൊള്ളുകയാണ്. അതിർത്തിയിൽ തുടർച്ചയായിട്ട് ഇന്നിപ്പോൾ കുപ്വാരയിൽ ഒരു സാമൂഹ്യ പ്രവർത്തകനെ വധിക്കുന്നു. ഉറി സെക്ടറിൽ, അതേപോലെ പൂഞ്ച് സെക്ടറിൽ, ദ്രാസ് സെക്ടറിൽ ഒക്കെ, ഇടയ്ക്കിടയ്ക്ക് ബാരാമുള്ളയിൽ ഒക്കെ അതിർത്തിയിൽ തുടർച്ചയായിട്ട് പ്രകോപനം സൃഷ്ടിക്കുന്നു. വെള്ളം തന്നില്ലെങ്കിൽ സിന്ധു നദിയിലൂടെ അവരുടെ രക്തമൊഴുക്കുമെന്ന് അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ബിലാവൽ ഭൂട്ടോ പറയുന്നു. തിരിച്ചടിച്ചിരിക്കും ഞങ്ങൾ എന്ന സ്റ്റേറ്റ്മെൻറ്റ് മന്ത്രിസഭയിലെ അംഗങ്ങൾ ഉപയോഗിക്കുന്നു. പക്ഷേ ഇന്ത്യ അത്തരം പ്രകോപനപരമായ ഒരു പരാമർശവും നടത്താതെ വളരെ കൃത്യമായി സൈനികേതര നീക്കങ്ങളും നടത്തുകയാണ്. പാകിസ്ഥാനിലെ ആർമി ഇപ്പോൾ റെയിൽവേ നിയന്ത്രണം ഏറ്റെടുക്കാൻ പോകുന്നു എന്ന സൂചനകളുണ്ട്. അതിർത്തി അശാന്തമാവുകയാണോ ഡിനി? കൂടുതൽ രൂക്ഷമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് നമ്മൾ പോകുമോ? ശക്തമായ തിരിച്ചടിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ഡോക്ടർ അരുൺ, ഇതിനകത്ത് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ദാറ്റ് ഇതിനകത്തൊരു ശക്തമായിട്ടൊരു തിരിച്ചടി കൊടുക്കും എന്നുള്ളതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. കാരണം 2-3 കാരണങ്ങളാണ്. ഒന്ന് ഡെഫിനറ്റ്ലി ഈ പ്രാവശ്യം പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ബലത്തിൽ ഈ ഭീകരവാദികൾ ചെയ്ത കാര്യം അത് വെറും ഒരു കൂട്ടക്കൊലയല്ല. അത് നമ്മുടെ ഭാരതത്തിന് ഉള്ളിൽ ഒരു മുറിവ് എന്ന് മാത്രമല്ല, ഒരു വലിയൊരു സമയത്തേക്ക് ആ ഒരു മുറിവ് നിൽക്കുകയും മതങ്ങൾ തമ്മിൽ അടിക്കുകയും മതങ്ങളുടെ പേരിലാണ് ആ കൊല നടന്നത്. അതുപോലെ തന്നെ കശ്മീർ വളരെ വേഗതയോടെ തിരിച്ചു വരുന്ന ഒരു കശ്മീരിനെ വീണ്ടും പഴയ രീതിയിലേക്ക് കൊണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം ഈ ഒരു കാര്യത്തോണ്ട് യാതൊരു സംശയമില്ല, തിരിച്ചടി കൊടുക്കും എന്നുള്ളതിനകത്ത് ദർ ഇസ് നോ ഡൗട്ട്. നൗ എങ്ങനെയാണ് എന്നുള്ളതിനകത്ത് നമുക്ക് എല്ലാവർക്കും സ്പെക്കുലേറ്റ് ചെയ്യാമെന്ന് മാത്രമേ എനിക്ക് പറയാനാകൂ. ആൻഡ് അത് മാത്രമല്ല, ഇപ്പോൾ സൈനിക നടപടി മാത്രമായിട്ടായിരിക്കത്തില്ല ഇത് ഞാൻ കാണുന്നത്. കാരണം സൈനിക നടപടി ഒരു ഒറ്റ കാര്യം മാത്രമാണ്. അതിൻ്റെ കൂടെ മിഡ് ടേമും ലോങ് ടേം ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഓൾറെഡി ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഒന്നാണ് ഈ സിന്ധു നദി കരാർ ഒക്കെ ചെയ്യുന്നത്. അതിനൊക്കെയുള്ള ഭവിഷ്യത്ത് ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ സൈനിക കാര്യത്തിൽ നമ്മളൊരു എടുത്തു ചാടി കയറി ഒരു യുദ്ധപ്രഖ്യാപിലോ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് പോകുന്നുള്ള രീതിയിലേക്ക് ആയിരിക്കത്തില്ലെന്നാണ് എൻ്റെ ഒരു റീഡിങ്. കാരണം നമ്മളൊരു റെസ്പോൺസിബിൾ നേഷനാണ്. നമ്മുടെ ഇപ്പോൾ ഉദ്ദേശം എന്താണ്? നമ്മൾ അവർക്ക് ഒരു മറുപടി, അതുപോലെ തന്നെ അവർക്ക് ഒരു ഡിറ്ററൻസ് ക്രിയേറ്റ് ചെയ്യണം. ഇനി ഒരിക്കലും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യരുത് എന്നുള്ള ഒരു പണിഷ്മെൻറ്റ്, ഒരു പ്യൂണിറ്റീവ് ആക്ഷൻ നമ്മൾ എടുക്കണം. അതിനു വേണ്ടിയുള്ള എനിക്ക് തോന്നുന്നു ഒരു കാലിബ്രേറ്റഡ് ആയിട്ടുള്ള വളരെ പ്ലാനിങ്ങിലൂടെ അതിനകത്ത് ഏറ്റവും മിനിമം ആയിട്ടുള്ള സിവിലിയൻ കാഷ്വാലിറ്റീസ് അങ്ങനെയൊന്നും നടക്കാത്ത എങ്കിൽ പാകിസ്ഥാൻ സൈന്യം നോവുന്ന രീതിയിലേക്ക് ചെയ്യുക എന്നുള്ള ഒരു നടപടിയിലേക്കായിരിക്കും പോകുന്നത്. അതിന് നമ്മൾ ഇപ്പോഴത്തെ നിലവിൽ തന്നെ ധാരാളം ഓപ്ഷൻസ് നമുക്കുണ്ട്. അതായത് ഫുൾ ഒരു യുദ്ധത്തിൽ പോവാതെ തന്നെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ നേരത്തെ തന്നെ സൈന്യമായാലും ശരി, മറ്റ് ഏജൻസീസ് അതൊക്കെ വാർ ഗെയിമിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. അതായത് ഇന്ന സിനാറിയോ വന്നു കഴിഞ്ഞാൽ ഏത് ഓപ്ഷൻസ് ഒക്കെ നമുക്ക് പരിഗണിക്കാം. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ ഈ ഓപ്ഷൻസ് അവരുടെ മുമ്പിൽ വെച്ച് കാണും. അതിൽ നിന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ഓപ്ഷൻ ഹയസ്റ്റ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എടുക്കും. അതിനെ എക്സിക്യൂട്ട് ചെയ്യേണ്ട കാര്യം മാത്രമേ സൈന്യത്തിനുള്ളൂ. പക്ഷേ ഡെഫിനറ്റായിട്ട് ഒരു കൈനറ്റിക് ആയിട്ടുള്ള കാര്യം, അതായത് ഫിസിക്കലായിട്ടുള്ള ഒരു തിരിച്ചടി അനിവാര്യമാണ്. കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ ഡോക്ടർ അരുൺ നീതി നടപ്പാക്കി എന്നുള്ള ഒരു വിശ്വാസം ആ മരിച്ച കുടുംബക്കാർക്ക് മാത്രമല്ല തോന്നും. ഇപ്പോൾ നമുക്കറിയാമല്ലോ എന്താണ് പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള ഏറ്റവും ഒടുവിലുള്ള സംഘർഷത്തിൻ്റെ കാരണം. ഇസ്രായേലിലുള്ള സമാധാനത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരു പോപ്പുലേഷനിലേക്ക് വളരെ പെട്ടെന്ന് ഹമാസ് ഒരു അതിക്രമം നടത്തുന്നു. ആ അതിക്രമത്തെ തുടർന്നാണ് ഇസ്രായേൽ തിരിച്ചടിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ പിന്നീട് ഒരു ഓൾ ഔട്ട് വാറിലേക്കാണ് പോകുന്നത്. തുറന്നുള്ള യുദ്ധമായിരുന്നു അത്. ഗാസ ഇപ്പോൾ തവിട് പൊടിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മുന്നിൽ ഈ ഇസ്രായേലിനെ എങ്ങനെയാണോ ഹമാസ് ആക്രമിച്ചത്, സമാനമായൊരു സാഹചര്യം ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ത്യക്കൊരിക്കലും ഹമാസിനെ, ഗസയെ നേരിട്ടതുപോലെ പാകിസ്ഥാനെ നേരിടാൻ കഴിയില്ല. അതിന് സ്ട്രാറ്റജിക്കായിട്ടുള്ള, അതിന് ലോജിസ്റ്റിക്കലായിട്ടുള്ള, ഒരുപക്ഷെ ഇൻ്റർനാഷണൽ പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് റിപ്രക്കഷൻസ്, ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകില്ല, ഒരു നിയന്ത്രിത സൈനിക നീക്കമുണ്ടാവും എന്നതാണ് താങ്കൾ പറയുന്നത്. ഈ 2 കോണ്ടെക്സ്റ്റിനെയും താങ്കൾ എങ്ങനെയാണ് താരതമ്യം ചെയ്യുന്നത്? ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണവും പഹൽഗാമിൽ പാക് ഭീകരർ നടത്തിയ ആക്രമണവും.
ഡോക്ടർ അരുൺ, പല അനലിസ്റ്റും ഈ രണ്ട് കമ്പാരിസൺ ചെയ്യുന്നെങ്കിലും ഞാൻ ആക്ച്വലി ഓഫ് കോഴ്സ് ദർ ആർ കുറേ സിമിലാരിറ്റീസ് ഉണ്ടെങ്കിലും പക്ഷേ ക്ലാസിക്കലായിട്ട് നമ്മൾ ഇപ്പം ഇസ്രായേലായിട്ടോ അല്ലെങ്കിൽ ഹമാസിനെ പാകിസ്ഥാനായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഹമാസ് അവിടെ ചെയ്തത് ഇതിലും വലിയൊരു കാഷ്വാലിറ്റീസ് ആണ് ഉള്ള ഒരു സംഭവമായിരുന്നു. രണ്ടാമതായിട്ട് അവിടുത്തെ സ്ഥിതി വേറെയാണ്, ഇസ്രായേലിൻ്റെ സ്ഥിതി വേറെയാണ്. ഇസ്രായേൽ എങ്ങനെയാണ് ഹമാസുമായിട്ട് ഡീൽ ചെയ്യുന്നതൊക്കെ ഉള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ആ രീതിയിലുള്ള, കാരണം ഹമാസ് എന്ന് പറഞ്ഞൊരു നോൺ സ്റ്റേറ്റ് എൻറ്റിറ്റിയാണ്, പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് ആണ്. ഓൾദോ ഇറ്റ് ഈസ് എ ആർട്ടിഫിഷ്യൽ സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയാമെങ്കിൽ ഇറ്റ്സ് എ സ്റ്റേറ്റ്. ആ ഒരു സ്റ്റേറ്റിനെ നമുക്ക് ഹമാസിനെ നേരിടുന്ന പോലെ നേരിടാൻ സാധിക്കില്ല. അങ്ങ് പറഞ്ഞ പോലെ ദർ ഇസ് ലോട്ട് ഓഫ് ഇന്റർനാഷണൽ ആയിട്ടുള്ള പ്രഷറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനകത്ത് വേറൊരു ഇഷ്യൂ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ആർമി, അതിനെ നമുക്ക് നേരിടാൻ പറ്റും. അവിടാണ് എനിക്ക് തോന്നുന്നത് ഡെഫിനറ്റ്ലി നമ്മൾ ഒരു മിലിറ്ററി ആക്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് എന്തായിരിക്കുമെന്ന് ഓൾറെഡി നമ്മളെ മനസ്സിനകത്ത് കാണും. കാരണം നമ്മളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരെന്തൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ടോ കാണും എന്നുള്ള വെച്ചിട്ടായിരിക്കും നമ്മൾ പ്രവർത്തിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു അനാലിസിസ്, നമ്മളെ ഭാരതത്തിനെ സംബന്ധിച്ചോളം തിരിച്ചടി അനിവാര്യമാണ്. പക്ഷെ ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് പോകാനുള്ള ഒരു സമയം അല്ലെങ്കിൽ നമ്മളെ താല്പര്യമല്ല. ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക്, ഒരു തുറന്ന യുദ്ധത്തിലേക്കല്ല, ഒരു നിയന്ത്രിത സൈനിക നീക്കമായിരിക്കും ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാവുക. അതൊന്നുകിൽ നമ്മൾ ബലാക്കോട്ടയിൽ കണ്ടതുപോലെയുള്ള ഏരിയയിൽ സർജിക്കൽ സ്ട്രൈക്ക് ആയിരിക്കാം, അതല്ലെങ്കിൽ അതിർത്തി കടന്ന് കൃത്യമായും ഒരു കമാൻഡ് ഓപ്പറേഷനോടുകൂടി ഭീകര കേന്ദ്രങ്ങൾ, പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുകയാവാം. അതായിരിക്കാം താങ്കളുടെ വാദം. Debate with Dr. Arun Kumar.